കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര, നാദാപുരം മണ്ഡലങ്ങളിൽ കോൺഗ്രസും ലീഗും പരസ്പരം വെച്ചുമാറാൻ ആലോചിക്കുന്നു. ജയസാധ്യത മുന്നിൽ കണ്ടാണ് ഇങ്ങനെയൊരു ആലോചന. ഇതിനു പുറമെ തിരുവമ്പാടിയിലും മാറ്റം ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഈ നാദാപുരം പേരാമ്പ്രയും പരസ്പരം വെച്ചുമാറിക്കഴിഞ്ഞുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാവാൻ പോകുന്നത്? കഴിഞ്ഞ തവണയാണെങ്കിൽ ഈ രണ്ട് മണ്ഡലങ്ങളിലും UDFന്റെ സ്ഥാനാർത്ഥികൾ നാദാപുരത്ത് കോൺഗ്രസും പേരാമ്പ്രയിൽ ലീഗും തോൽക്കുകയും ചെയ്തതാണ്. അല്ല, ഈ തോറ്റത് കൊണ്ട് തന്നെയാണ് ഇപ്പം പരസ്പരം വെച്ചുമാറാനുള്ള ചർച്ചകൾക്ക് ആക്കം കൂട്ടിയത്. കാരണം പേരാമ്പ്ര കോൺഗ്രസിനും നാദാപുരം മുസ്ലിം ലീഗിനും കുറച്ചുകൂടി സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. എന്ത് വില കൊടുത്തും ജയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇത് മാറിയാലോ എന്നുള്ള ആലോചന സജീവമായി നടക്കുന്നത്. പക്ഷെ അത്രമാത്രം ആലോചിക്കാനൊക്കെ എന്തിരിക്കുന്നു? ഇപ്പം 2021 വലിയൊരു സാഹചര്യം എന്താണ് ഈ വോട്ട് ഷെയറിൽ ഈ പ്രദേശത്തുണ്ടായിട്ടുള്ളത്? അല്ല, പുതിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലങ്ങൾ പേരാമ്പ്രയിലും നാദാപുരത്തും UDFന് മേൽക്കൈ ഉണ്ടായിട്ടുണ്ട്. അത് പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ പേരാമ്പ്രൻ്റെ ഒരു പ്രശ്നം, കാലങ്ങളായിട്ട് കേരള കോൺഗ്രസ് ആണ് അവിടെ മത്സരിച്ചുകൊണ്ടിരുന്നത്, തോറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് മത്സരിച്ചു, തോറ്റു. ഈ രണ്ട് പാർട്ടികളായാലും സ്ഥാനാർത്ഥികൾക്ക് കോൺഗ്രസിന് വലിയ യോജിപ്പൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് പരാജയമെന്ന് UDFനകത്ത് തന്നെ ഇപ്പോൾ ഒരു ചെറിയ വിമർശനം ഉയർന്നിട്ടുണ്ട്. ആ വിമർശനം ശരിയാണ്. കാരണം എന്താ പറയുക, ഇപ്പം കഴിഞ്ഞ നാദാപുരത്തെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ പേയ്മെൻറ്റ് സീറ്റാണ്, പെയ്ഡ് കാൻഡിഡേറ്റ് ആണെന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ചർച്ച നടന്നു. അതുകൊണ്ട് കൂടിയാകാം ഒരുപക്ഷെ ഈ പേരാമ്പ്ര മണ്ഡലത്തിൽ TP രാമകൃഷ്ണൻ 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാവുകയും ചെയ്തത്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കുപ്പായം തുന്നി നിൽക്കുന്നവരുണ്ടാവും ഈ ഓരോ മണ്ഡലവും ലക്ഷ്യമിട്ടിട്ട്. അവരുടെ വായടപ്പിക്കാൻ വേണ്ടി ഈ മണ്ഡലം മാറ്റം ചിലപ്പോൾ ഗുണം ചെയ്യും. ഏതായാലും പ്രാദേശികമായിട്ടും മണ്ഡലം കമ്മിറ്റികൾക്കൊക്കെ ലീഗിനായാലും കോൺഗ്രസിനായാലും ഇത് മണ്ഡല മാറ്റം എന്നുള്ളത് ഒരു ആലോചനയും സജീവ ചർച്ചയിലൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈ സീറ്റ് മോഹിച്ചിരിക്കുന്നവർ ഉയർത്തുന്ന എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അത് പക്ഷേ അതായിരിക്കും അതിനൊരു മാറ്റത്തിന് തടസ്സമായിട്ട് ഒരു പക്ഷേ നിൽക്കാനുള്ള ഒരു കാരണം. വേറൊരു വിമർശനം കൂടി അപ്പോൾ ഉയരാൻ സാധ്യതയുണ്ട്. അടുത്തടുത്ത 4 അസംബ്ലി മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കൂത്തുപറമ്പ് ലീഗാണ് മത്സരിക്കുന്നത്, നാദാപുരം ലീഗാണ് മത്സരിക്കുന്നത് അല്ലെങ്കിൽ മത്സരിക്കാൻ പോകുന്നത്, വടകരയാണെങ്കിൽ RMP ആണ് മത്സരിക്കുക, കുറ്റിയാടിയാണെങ്കിൽ അവിടെയും ലീഗാണ് മത്സരിക്കുന്നത്. അപ്പോൾ 4 മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ സാന്നിധ്യമില്ല എന്നൊരു ചർച്ച ഒരുപക്ഷെ കോൺഗ്രസിനകത്ത് വന്നേക്കാം, അല്ലെങ്കിൽ UDFനകത്ത് വന്നേക്കാം. പക്ഷെ അതുപോട്ടെ, എന്തായാലും ജയമാണല്ലോ പ്രധാനം. പക്ഷെ അതോടൊപ്പം തന്നെ ഈ തിരുവമ്പാടിയിൽ ഒരു മാറ്റ ചർച്ച കേൾക്കുന്നുണ്ടല്ലോ. അത് തിരുവമ്പാടിയിൽ എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഒരു ചർച്ചയാണത്. അത് ഇത്തവണയും ആ ചർച്ച ഉണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് തന്നെ ആയിരിക്കും ഇത്തവണയും തിരുവമ്പാടി മത്സരിക്കാൻ സാധ്യത, ഏറെക്കുറെ സാധ്യത എന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനൊരു സ്ഥാനാർത്ഥിനെ അവർ കണ്ടുവച്ചിട്ടുണ്ട്, CK കാസിം എന്നുള്ളതാണ്. അല്ല, ഈ CK കാസിമിന് എന്താണ് ഇത്രയും വലിയൊരു പ്രത്യേകത? അല്ലെങ്കിൽ VM ഉമ്മറിനും CP ചെറിയ മുഹമ്മദിനൊന്നും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് അദ്ദേഹത്തിനുള്ളത്? CK കാസിമിന് അവിടുത്തെ മൈനോറിറ്റി വോട്ടുകളെല്ലാം സ്വാംശീകരിക്കാൻ കഴിയും എന്നുള്ളൊരു ആണ് ലീഗിൻ്റെ വിലയിരുത്തൽ. അതായത് ക്രിസ്ത്യൻ സഭകളൊക്കെ ആയിട്ട് നല്ല അടുത്ത ബന്ധം സൂക്ഷിക്കുന്നതാണ് കാസിം. അപ്പം ജയിക്കുക എന്നുള്ള ലക്ഷ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ളൊരു ജയസാധ്യത കാസിമിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാസിമിന് തിരുവമ്പാടി ലീഗാണെങ്കിൽ കാസിം എന്നുള്ള പേരിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ അതോടൊപ്പം മറ്റൊരു ചർച്ചയും കൂടി കേൾക്കുന്നത് ആ സീറ്റ് ഒരു റിസർവ് സീറ്റായിട്ട് വെച്ചിട്ടുള്ളതെന്നാണ്. അതായത് ഇൻ കേസ് ഇപ്പം മാണി വിഭാഗം LDFൽ നിന്ന് മാറി UDFിലേക്കാണ് വരുന്നതെങ്കിൽ ആ തിരുവമ്പാടി സീറ്റ് വേണമെങ്കിൽ കൊടുത്തേക്കാം എന്നുള്ളൊരു ധാരണ ലീഗിനകത്തുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ലീഗ് അത് വിട്ടുവീഴ്ച ചെയ്തേക്കാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെ ഒരു മാണി വരുവാണെങ്കിൽ ഒരുപക്ഷെ തിരുവമ്പാടി അങ്ങനെ മാറ്റി വെച്ചേക്കാൻ സാധ്യതയുണ്ട്, മാണിക്ക് വേണ്ടി കൊടുക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അതല്ലെങ്കിൽ ലീഗ് തന്നെ മത്സരിക്കാനും എന്നുള്ളതാണ് നമുക്ക് നിലവിലുള്ള നടക്കുന്ന ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച വിജയത്തിൽ കവിഞ്ഞ മറ്റൊരു മാനദണ്ഡമില്ല, അതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടാകാം, ചർച്ചകൾ ഉണ്ടായേക്കാം. വിജയം ആണ് പ്രധാനം, അത് വിട്ടുവീഴ്ച അത് തയ്യാറാവും രണ്ട് പാർട്ടികളും.